സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മുടെ സുഹൃത്ത് വലിയൊരു യാത്ര പോയിനു. പക്ഷെ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, അവനെ കാണാനും പറ്റിയില്ല. ഞാൻ ചെറിയ തിരക്ക് കാരണം എനിക്കന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ യാത്രയെല്ലാം ചെയ്ത് ഇന്ത്യ ഏകദേശം കറങ്ങി അവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ആളെ നിങ്ങൾ എന്നെ കണ്ടോ? ഞാൻ പറയുന്നില്ല. ഹായ്. അപ്പോൾ യാത്ര പോയി തിരിച്ചെത്തി. ഞാൻ യാത്ര പോകുന്ന സമയത്ത് ഇസ്മായിലെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇസ്മായിൽ അന്ന് എന്തോ തിരക്കായതുകൊണ്ട് വരില്ല. ഈ ലൂട്ടിൻ്റെ ഞാൻ യാത്ര പോയിന്, ഇവരെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അന്ന് ഇസ്മായിൽ വീഡിയോ എടുക്കാൻ വരണമെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചിന്. അന്ന് എനിക്കെന്തോ തിരക്കായിപ്പോയി. എന്തായാലും യാത്ര പോയി. 1 മാസത്തെ യാത്രയായിരുന്നു. ലഡാക്ക് യാത്രയായിരുന്നു. ഓൾ ഇന്ത്യ അല്ല, ഓൾ ഇന്ത്യ യാത്ര ഓൾറെഡി മുന്നേ പോയിട്ടുണ്ട്. നമ്മൾ ലഡാക്ക് യാത്രയായിരുന്നു. ലഡാക്ക് യാത്ര പോയിട്ട് അടിപൊളിയായിട്ട് തിരിച്ചെത്തി. അപ്പോൾ ഋഷി ഏടില്ലാന്ന് പോയത്? നീ എല്ലാന്ന് പോകേണ്ടത് ലഡാക്ക്. ഞാൻ ഓൾറെഡി ഓൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ലഡാക്ക് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ലഡാക്കിലേക്ക് പോകാൻ കഴിയില്ല. കാരണം മഞ്ഞ് വീണ സമയത്തെല്ലാം അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പാണ് സീസൺ. ആ സീസൺ ആയതുകൊണ്ട് ലഡാക്കാണ് മെയിൻ. ലഡാക്കിലെ എല്ലാ സ്ഥലങ്ങളും പാകിസ്ഥാൻ ബോർഡർ. ലഡാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനമാണ്. നമ്മളെ കാശ്മീർ കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലുള്ള സംസ്ഥാനമാണ് ലഡാക്ക്. ലഡാക്ക് കറങ്ങുക. ലഡാക്ക് കറങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ യാത്ര പോകുമ്പോൾ, നമ്മൾ കേരളത്തിൽ യാത്ര പോകുമ്പോൾ കുറെ സ്ഥലങ്ങൾ ഓരോ സ്പോട്ടിലേക്കല്ല പോവാ. ഇപ്പൊ എവിടെയെങ്കിലും വെള്ളച്ചാട്ടം ആടാ. പക്ഷെ ലഡാക്കിലേക്ക് കയറിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴികളാണ് നമ്മളെ കേരളവും ലഡാക്കുമായിട്ടുള്ള ഒരു വലിയൊരു വ്യത്യാസം പറഞ്ഞ വലുതോ അല്ലെ ഏറ്റവും ചെറുതോ? വ്യത്യാസമുണ്ട്. എന്താണ്? കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പ് ഗ്രീനറിയോ അത് ഇതല്ല. ലഡാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകളും അതിന്റെ മുകളിൽ ഐസും അതും ഇതുമെല്ലാണ് അവിടെ. അതേപോലെ ഭക്ഷണം എന്താണ് അവിടെ? ഭയങ്കര ഡിഫറെന്റ് ഭക്ഷണങ്ങളാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ കൂടുതലും അങ്ങോട്ടുള്ള ഫുഡുകൾ, കാശ്മീർ അങ്ങോട്ടുള്ള ഫുഡുകൾ, അവരെ നമ്മളെ മുംബൈ അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ ഫുള്ള് അവരെ ഗോതമ്പ് അങ്ങനത്തെ ഐറ്റംസ് അല്ലേ. നമ്മളല്ലേ കൂടുതലും ചോറും അധികം കഴിക്കുന്നത്. കേരളത്തിലെ പോലത്തെ സുന്ദരികളും സുന്ദരന്മാരും ഉണ്ട് അവിടെ ലഡാക്കില്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തും ഇല്ലേ ഡിഫറെന്റ് ആൾക്കാർ, ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് ഫുഡ്, ഡിഫറെന്റ് സ്ഥലങ്ങള്. അതാണ് അത്. ഓരോരോ സംസ്ഥാനം മാറുമ്പോഴും ഉണ്ട്. ലഡാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സ്റ്റേറ്റ് ആയി. എത്ര ദിവസം പിടിച്ചു ഇത് പോവാൻ? എനിക്ക് ഏകദേശം ഇപ്പൊ ഒരു മാസമായി പോയി വരുമ്പോ. റഷീദിന്റെ ചാനലിന്റെ പേരെന്താണ്? എന്റെ ഈ ചാനലിന്റെ പേര് ഏതായാലും നിന്റെ ചാനലിലുള്ള അതുകൂടി പറഞ്ഞോ. റൈഡർ റഷീദിൽ കയറി കഴിഞ്ഞാൽ ലഡാക്ക് യാത്രയില് യൂട്യൂബ് ചാനല് റൈഡർ റഷീദ്. അല്ല, യൂട്യൂബ് കയറി ഓന്റെ യാത്ര മുഴുവനായിട്ട് കാണാൻ പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ, യൂട്യൂബ് കയറി കണ്ടോ. കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ യാത്രയിൽ ഉണ്ടായിരുന്നു. ഇനി അടുത്ത യാത്ര ഇനി എങ്ങോട്ടാണ് ഋഷി? അടുത്ത യാത്ര നീ അങ്ങോട്ടെങ്കിൽ യാത്ര ചെയ്യുന്നുണ്ട്. നീ നമ്മളെ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് വേണ്ടി നീ എന്തായാലും ഒരു യാത്ര ചെയ്യും. എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാല് എനിക്ക് ലഡാക്കും പാകിസ്ഥാനും ഒന്നല്ല, എനിക്ക് കേരളത്തിലെ 14 ജില്ലകളും കാണണം. ഞാൻ സത്യം പറഞ്ഞ കേരളത്തിലെ ഒരു 2-3 ജില്ലകളെ മാത്രമേ കണ്ടില്ല. 14 ജില്ലകളാക്കണ്ട, നമ്മള് കണ്ണൂർ ജില്ലേനെ ഫസ്റ്റ് കാണും. നമ്മള് കണ്ണൂർ ജില്ലേനെ സത്യം പറഞ്ഞ ഞാൻ മുഴുവൻ കണ്ടില്ല. ഇല്ല, സത്യം പറഞ്ഞ ഞാൻ എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഓരോരോ ആൾക്കും ഓരോരോ പാഷനാണ്. ഇപ്പൊ നിനക്ക് ഫുഡിനോട് പാഷൻ ഉണ്ടാവും. എനിക്ക് യാത്രനോടാണ് കൂടുതൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കളിനോടായിരുന്നു. പക്ഷെ അതിപ്പോ മാറി യാത്രനോടായി. ഇപ്പൊ എത്തി. ഞാനിപ്പോ അടുത്ത യാത്രക്ക് എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ പ്ലാനിങ് തുടങ്ങലാണ്. അല്ല, ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം സുഹൃത്തുക്കളെ. ഇപ്പൊ ഈ റഷീദ് ഇങ്ങനെ പോകുന്നോണ്ട് എനിക്കിപ്പോ ഒരു ആഗ്രഹം തോന്നിയതാണ് ഇങ്ങനെ കേരളത്തിലെ ഇങ്ങനെ 14 ജില്ലകൾ കാണണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് യാത്ര വലിയ ഇഷ്ടമൊന്നല്ല. എനിക്ക് എന്റെ നാട് കണ്ണൂര് മയ്യിലാണ്. പക്ഷെ എനിക്ക് യാത്ര ചെയ്യുമ്പോ ഇല്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കുക, കുറെ കാര്യങ്ങൾ സംഭവങ്ങളുണ്ട്. അത് യാത്ര ചെയ്താൽ കിട്ടുന്ന സംഭവം മാത്രമാണ്. അത് ഓരോരോ സംഭവങ്ങൾ. ഇപ്പൊ ഓരോരോ നമ്മളിപ്പോ ഒരു വീടെടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഒരു വീടെടുക്കുമ്പോ ആ ഒരാൾ നീ വീടെടുത്ത് കഴിഞ്ഞാലാണ് ആ വീടിനെ കുറിച്ച് എനിക്ക് ഏകദേശം വേറെ ഞാനിപ്പോ ഒരു വീടെടുക്കുമ്പോ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ധാരണ ഉണ്ടാവുക. അതേപോലെയാണ് ഒരു യാത്ര ചെയ്ത് ഒരാൾക്കാണ് യാത്രനെ കുറിച്ചുള്ളതും പിന്നെ അതിന്റെ ഒരു സംഭവങ്ങളും അതിനെ കുറിച്ച് യാത്ര ചെയ്ത ഉപകാരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അതങ്ങനെ കേട്ട് ഇപ്പൊ എനിക്ക് യാത്ര പോകാൻ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്റെ നാടും എന്റെ വീട്ടിൽ തന്നെ ഇരിക്കാനോ സുഖം. വീട്ടിൽ ഇരുന്ന് നല്ല ചായ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് രണ്ടാണ് ഖത്തറിലാണ്. എത്ര വർഷമായി? ഖത്തറിൽ കുറെ വർഷമായി. ഖത്തറിൽ ഇപ്പോ ലീവിന് വന്നതാണ് സുഹൃത്തുക്കളെ. ഖത്തറിലെ ആൾക്കാരാണ് ഇവിടെ പ്രവാസിയായിട്ട്. ഖത്തറിലേക്ക് ഇപ്പൊ തിരിച്ചു പോകാൻ സമയമായി. ഇപ്പൊ അവിടെ ചൂടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ നല്ല മഴയല്ലേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമന്റ് സബ്സ്ക്രൈബർ ചെയ്യുക. അതെ.
അല്ല കമന്റിലൂടെ ഇവന്റെ പുതിയ ചാനലായോണ്ട് നമ്മള് കമന്റിലൂടെ മാറ്റങ്ങള് ഇതിങ്ങനെ ശരിയില്ല അത് പറഞ്ഞോ, ധൈര്യത്തിൽ പറഞ്ഞോ, നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ. അഭിപ്രായങ്ങൾ ധൈര്യത്തിൽ പറയാം എന്തുണ്ടെങ്കിലും. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാണ്ട്, എന്റെ കൈ കടച്ചിലെടുക്കുന്നുണ്ട്, ഫോൺ പിടിച്ചിട്ടുള്ളത്, എന്റെ കൈ വേദനിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരോടും നല്ലൊരു ദിവസം. ഓക്കെ.